യേശുവേഗ രാജാവിനെ ആരാധിച്ചിടാം, യേശുവേഗ രക്ഷകനെ ആരാധിച്ചിടാം, യേശുവേഗ രാജാവിനെ ആരാധിച്ചിടാം, യേശുവേഗ രക്ഷകനെ ആരാധിച്ചിടാം. ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാം, സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാം. ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാം, സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാം. ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം, യേശുവേഗ രാജാവിനെ ആരാധിച്ചിടാം. ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം, യേശുവേഗ രാജാവിനെ ആരാധിച്ചിടാം. സർവലോകപാലകനെ ആരാധിച്ചിടാം, സർവാധിപനാം കർത്താവിനെ ആരാധിച്ചിടാം. സർവലോകപാലകനെ ആരാധിച്ചിടാം, സർവാധിപനാം കർത്താവിനെ ആരാധിച്ചിടാം. ഭൂസ്വർഗത്തിൻ രാജാവിനെ ആരാധിച്ചിടാം, ഭൂതലത്തിൽ വാഴുന്നോനെ ആരാധിച്ചിടാം. ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം, യേശുവേഗ രാജാവിനെ ആരാധിച്ചിടാം. ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം, യേശുവേഗ രാജാവിനെ ആരാധിച്ചിടാം. ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം, ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാം. ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം, ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാം. ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം, സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാം. ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം, സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഇതാ ലോകത്തിന്റെ പ്രകാശമാകുന്ന ഈശോ, ഇതാ ദൈവത്തിന്റെ കൂടാരം നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സ്ത്രീഹന്മാരെ പോലെ ദൈവത്തെ ആരാധിക്കാം, പരിശുദ്ധമ്മയെ പോലെ ദൈവത്തെ ആരാധിക്കാം, വിശുദ്ധന്മാരെ പോലെ ദൈവത്തെ ആരാധിക്കാം, രക്തസാക്ഷികളെ പോലെ ദൈവത്തെ ആരാധിക്കാം. ഈശോയെ നോക്കി ഉച്ചത്തിൽ വിളിക്കട്ടെ. ഈശോ, എന്നും ജീവിക്കുന്ന ഈശോ, ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നതിനുമായ ഈശോ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ഈശോ, നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈശോ, ഒപ്പമായിരിക്കുവാൻ അപ്പമായി തീർന്ന ഈശോ, ആ ഈശോയെ നോക്കി ആത്മീയ സന്തോഷത്തോടെ ആത്മീയ നിർവൃതിയോടുകൂടി കരകടിച്ചുകൊണ്ട് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ട് പൗലോസും ശീലാസും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നത് പോലെ, ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോലെ, ദൈവത്തിന്റെ ആത്മാവേ, പുതു കാലഘട്ടങ്ങളിൽ ആദ്യയുഗത്തിൽ ആത്മാവാം ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി സ്തുതിച്ചുകൊണ്ട് ആരാധന അങ്ങേക്ക് ആരാധന, യേശുവേ ആരാധന അങ്ങേക്ക് ആരാധന. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. കരങ്ങളടിച്ച് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവാം ദൈവമേ എന്നിൽ നിറയട്ടെ, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. നിന്റെ ജീവിതം ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയപ്പെടുവാൻ രണ്ട് കരങ്ങളും യാചനാരവത്തിൽ തുറന്നു പിടിക്കാം.
നമുക്ക് ഏറ്റു ചൊല്ലാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ, സ്ലിഹന്മാരിൽ നിറഞ്ഞതുപോലെ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ, വിശുദ്ധന്മാരിൽ നിറഞ്ഞതുപോലെ, വിശുദ്ധന്മാരിൽ നിറഞ്ഞതുപോലെ, രക്തസാക്ഷികളിൽ നിറഞ്ഞതുപോലെ, രക്തസാക്ഷികളിൽ നിറഞ്ഞതുപോലെ, ജ്ഞാനമായി, ജ്ഞാനമായി, അറിവായി, അറിവായി, ദൈവഭക്തിയായി, ദൈവഭക്തിയായി, ആലോചനയായി, ആലോചനയായി, വിവേകമായി വിവേകമായി എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. എന്റെ കുടുംബത്തിലേക്ക്, എന്റെ എന്റെ കുടുംബത്തിലേക്ക്, ജോലിയിലേക്ക്, എന്റെ ജോലിയിലേക്ക്, എന്റെ രോഗങ്ങളിലേക്ക്, എന്റെ രോഗങ്ങളിലേക്ക്, എന്റെ തകർച്ചകളിലേക്ക്, എന്റെ തകർച്ചയിലേക്ക്, ജീവിതഭാരത്തിലേക്ക് ജീവിതഭാരത്തിലേക്ക്, കൊടുങ്കാറ്റായി, കൊടുങ്കാറ്റായി, അഗ്നിനാവായി, അഗ്നിനാവായി, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറയണമേ. എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവേ, ആത്മാവേ എന്നിൽ നിറയണമേ. നമ്മുടെ മധ്യ എഴുന്നള്ളിരിക്കുന്ന യേശോയെ നോക്കിക്കൊണ്ട് പുതിയൊരു പെന്തക്കോസ്ത് അനുഭവം എന്നിൽ നിറയപ്പെടുവാൻ എസെക്കിയേൽ 36:26-27 വചനങ്ങൾ നിന്റെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലമായ ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് നിവേശിപ്പിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഞാൻ നിനക്കൊരു സഹായകനെ നൽകും. ആ സഹായകൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. ഓ ഹോളി സ്പിരിറ്റ്, ആത്മാവാം ദൈവമേ എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നിറയണമേ. ആത്മാവാം ദൈവമേ വരണേ, കരങ്ങൾ കൂപ്പി എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, ആത്മാവേ സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒപ്പമായിരിക്കുവാൻ അപ്പമായി തീർന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെയായിരുന്നു കൊണ്ട് ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ട് ആത്മാവിനാൽ വഴി നടത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. വലതുകൈ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെ നമുക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ മുന്തിരിത്തോട്ടത്തിലെ യജമാനൻ കൃഷിക്കാരന് ചോദിക്കുന്നു, ആ അത്തിവൃക്ഷം ഫലം ചൂടാതെ നിൽക്കുകയാണ്, അത് വെട്ടിമാറ്റിക്കളയുവാൻ പറയുന്നു. അപ്പോൾ കൃഷിക്കാരൻ പറയുന്നു, നമുക്ക് അതിൻ്റെ ചുവട് കിളയ്ക്കാം, വളമിടാം, വെള്ളമൊഴിക്കാം. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ചുവട് കിളയ്ക്കൽ, അത് സഹനത്തിൻ്റെ ജീവിതമാണ്. സഹനത്തിലൂടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. വളമിടൽ, അത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം ഭക്ഷിച്ചുകൊണ്ട് നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്നത്
വെള്ളമൊഴിക്കുക, വെള്ളം, ജലം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുകയാണ്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകാം. ആരാണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ത്രിത്വത്തിലെ മൂന്നാമനാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 11 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മോട് പറയുന്നു, ദൈവം നമുക്ക് അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാൻ അറിയുക? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവത്തിൻ്റെ ആത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഒരു മനുഷ്യൻ്റെ നിഗൂഢ ചിന്തകൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്, അതുകൊണ്ട് നമുക്ക് പറഞ്ഞു വയ്ക്കാം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഒരു വ്യക്തിക്കാണ് ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ, മറ്റൊരു വ്യക്തിയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനായി സാധിക്കുക. നമ്മൾ മറച്ചു വയ്ക്കുന്ന പല കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് കണ്ടെത്തുന്നു. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ധ്യാന അവസരങ്ങളിൽ നമ്മൾ സ്പിരിച്വൽ ഡിറക്ഷനായിട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിലായിരിക്കുന്ന വ്യക്തി, ആ വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഗിഫ്റ്റഡായ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തി കാര്യങ്ങൾ പറയുന്നു. ഒരു മനുഷ്യൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ, നിഗൂഢമായി നമ്മൾ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ മറ്റൊരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ വചനത്തിൻ്റെ ഉൾക്കാഴ്ച നമ്മിൽ നിറയുന്നു. വചനത്തിൻ്റെ അന്തസത്ത നമ്മൾ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിക്കാണ് നയിക്കാൻ സാധിക്കുക. തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ പൗലോസ് എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം ഇപ്രകാരമാണ്: രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഒരു വ്യക്തിക്കാണ് വേദനയുണ്ടാകുന്നത്. വചനം പറയുന്നു, ആത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. വേദന, ദുഃഖം അതൊക്കെ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്കാണ്. ഈ വചനം പറഞ്ഞു വയ്ക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നാണ്. വചനം വീണ്ടും പറയുന്നു, പൗലോസ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം: തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം. ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ സാധിക്കുക, ഇച്ഛാനുസരണം പ്രവർത്തിക്കാൻ സാധിക്കുക, അതൊരു വ്യക്തിക്ക് പ്രിയമുള്ളവരെ സാധിക്കൂ. അതുകൊണ്ട് പറഞ്ഞു വയ്ക്കാം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഈശോ പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു സഹായകന് നൽകും. സഹായകൻ, ഒരു വ്യക്തി, ഒരു ഹെൽപ്പർ. പ്രാർത്ഥിക്കാൻ നിങ്ങളെ എപ്രകാരം പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആത്മാവ് നമ്മെ പഠിപ്പിക്കും. നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ ആത്മാവ് അവാച്യമായ നെടുവീർപ്പ് കൊണ്ട് നമ്മെ പ്രാർത്ഥിക്കാനായി പഠിപ്പിക്കുമെന്ന് റോമക്കാർക്ക് ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് നിറയാനായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മിൽ പരിശുദ്ധാത്മാവ് നിറയും. എൻ്റെ ജീവിതത്തിലും ഒരു അനുഭവം ഉണ്ടായി. ആദ്യമായി പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു അനുഭവം ഉണ്ടായത്, ഞാൻ വൈദിക വിദ്യാർത്ഥിയായി ആദ്യത്തെ വർഷം കഴിഞ്ഞ് 2-ാമത്തെ വർഷം നവസന്യാസത്തിലായിരിക്കുമ്പോൾ, അവിടെ ആയിരിക്കുന്ന സമയത്ത് ഹോം മിഷന് വേണ്ടിയിട്ട് പല വീട് സന്ദർശനം നടത്തുകയാണ്. അങ്ങനെ വീട് സന്ദർശനം നടത്തുമ്പോൾ ഒരു ഭവനത്തിലെത്തിയപ്പോൾ ആ ഭവനത്തിലുള്ള വ്യക്തികളെല്ലാം പ്രാർത്ഥനാ ചൈതന്യമുള്ള വ്യക്തികളായിരുന്നു. അവരിലൂടെ പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് ഉള്ള ആഗ്രഹം എന്നിൽ ഉടലെടുക്കുകയാണ്. അന്ന് രാത്രി വൈദിക വിദ്യാർത്ഥിയെ ഞാൻ ഞങ്ങളുടെ സെമിനാറിലേക്ക് വന്ന് പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് രാത്രിയിലിരുന്ന് ഞങ്ങൾക്കായിരിക്കുന്ന മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കങ്ങനെ സ്തുതിപ്പോ അങ്ങനെ വരങ്ങളെക്കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നില്ല. ഇത്രമാത്രം ചെയ്തിരുന്നുള്ളൂ, പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ എന്നുകൊണ്ട് ഈശോയെ 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 എന്ന് മാത്രം അറിയാം. ഹല്ലേലൂയ ഹല്ലേലൂയ മാത്രം ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവ് എന്തായാലും എനിക്ക് വേണം, പരിശുദ്ധാത്മാവ് കിട്ടുന്നുള്ള അതിയായ ആഗ്രഹം. അതാണ് വചനത്തോടെ ഈശോ പറയുന്നത്, ദാഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ നിങ്ങൾ ദാഹത്തോടുകൂടി പ്രാർത്ഥിക്കുവിൻ.
ദാഹത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറയുമെന്ന് 100%, 110% ഉറപ്പാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വചനം ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിറയാനായി അന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ഒരു അഗ്നി നാവായിട്ട് എൻ്റെ ശരീരത്തിലേക്ക് അടിക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു തീനാവായിട്ട്, എന്തോ ഒരു തീപ്പന്തം പോലെ എൻ്റെ ദേഹത്ത് വരുന്നത്. കുറേ നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഹാലലുയ, 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 ഹാലലുയ. ഇങ്ങനെ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന ഉയർന്നു. കുറേ മണിക്കൂറുകളോളം ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറയുന്നൊരു അനുഭവം ഉണ്ടായി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ സ്തുതിപ്പ് ഏതൊക്കെയോ ഒരു ഭാഷയിൽ, ഒരു ഭാഷാപരമായി മാറുകയാണ്. ഹാലലുയ, ഹാലലുയ, ഹാലലുയ എന്നങ്ങനെ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന കുറേ സമയം ഉയർന്നു. നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. ആത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. അതാണ് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന. അത് മാലാഖമാരുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്കൊരു മടുപ്പ് കാണില്ല, ഒരു ക്ഷീണം കാണില്ല, ഒരു മടി കാണില്ല. തീക്ഷ്ണതയോടെ നമ്മൾ, തീക്ഷ്ണതയും മാന്യം കൂടാതെ നമ്മൾ ജ്വലിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കയ്യിപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വിവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ അനുസ്മരിക്കുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ആത്മധൈര്യത്തിൻ്റെയും ആത്മശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. വലതുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള മക്കളെ, പരിശുദ്ധാത്മാവ് നിറയാനായി നിരന്തരം പ്രാർത്ഥിക്കണം. മാമോദിസയിലൂടെയോ ശൈലലേപനത്തിലൂടെയോ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കരുത്. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവ് നിറയാനായി ദാഹത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. പെന്തക്കോസ്ത് തിരുനാൾ ദിവസം സ്ലീഹന്മാരെ സഹിയോൻ മാളികയിൽ കഥകടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഒരു അഗ്നി നാവായി അവരുടെ മേൽ ഇറങ്ങി വരികയാണ്. ഭീരുക്കളായിരുന്ന, വചനം പ്രഘോഷിക്കാൻ ഭയത്തോടുകൂടി വിറയലോടുകൂടി ഇരുന്ന ശിഷ്യന്മാരെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സുവിശേഷവുമായി മുന്നോട്ട് പോവുകയാണ്. എങ്ങനെ സാധിച്ചു? അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ആത്മശക്തിയുടെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് പരിശുദ്ധാത്മാവാകുന്ന സഹായകൻ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന ജീവിത മേഖലയിൽ പരിശുദ്ധാത്മാവ് നിറയാനായി നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് നമുക്കൊരു സമ്മർദ്ദം വേണം, നമുക്കൊരു ഉൾപ്രവേശനം വേണം, ഒരു ആധിപത്യം വേണം. എന്താണ് സമ്മർദ്ദം? ഒരു പായ്ക്കപ്പൽ മുന്നോട്ട് പോകുന്നത് ഒരു കാറ്റിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ്. നമുക്കും ഉണ്ടാകണം ഒരു ആത്മീയ സമ്മർദ്ദം. നമ്മുടെ ജീവിതത്തെ ആത്മാക്കളെ നേടാനുള്ള സമ്മർദ്ദം, ആത്മാക്കളെ നേടാനുള്ള ആഗ്രഹം, ആത്മാക്കളെ നേടാനുള്ള ദാഹം. ഒരു പായ്ക്കപ്പലിനെ മുന്നോട്ട് നയിക്കുന്നത് അതിൻ്റെ കാറ്റിൻ്റെ ശക്തിയാണെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. വലത് ഉയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായി ഉൾപ്രവേശനം. ഒരു പഞ്ചസാര വെള്ളത്തിൽ കലക്കിയാൽ പഞ്ചസാര ലായനി അത് ലയിച്ചു ചേരുന്നത് പോലെ, ഉപ്പ് ലായനി വെള്ളത്തിൽ ലയിച്ചു ചേരുന്നത് പോലെ നമ്മളും പരിശുദ്ധാത്മാവിനാൽ ലയിച്ച് ചേരണം. ആത്മാവായിരിക്കും നമ്മെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ശുശ്രൂഷയെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. മൂന്നാമതായി ആധിപത്യം. നമ്മുടെ ജീവിതത്തിൽ ഭയത്തിനല്ല ആധിപത്യം, നിരാശയ്ക്കല്ല ആധിപത്യം. ഈ കോവിഡ് എന്ന മഹാമാരിയിൽ നമ്മുടെ ജീവിതം, എനിക്ക് ജോലിയില്ല, ജോലി അന്വേഷിച്ചിട്ട് ജോലി കിട്ടിയില്ല, എനിക്ക് നല്ലൊരു വിവാഹം കഴിക്കാൻ ആലോചിച്ചിട്ട് നല്ലൊരു ജീവിത പങ്കാളി കിട്ടിയില്ല എന്ന് ആലോചിച്ച് നിരാശപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. എന്നെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവാണ് എന്നെ നയിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശരിയായ വിധത്തിൽ നമ്മെ നയിക്കും. ആധിപത്യം ഭയത്തിനോ നിരാശയ്ക്കോ പേടിക്കോ അല്ല നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് പരിശുദ്ധാത്മാവിനുള്ള ആധിപത്യം. എന്നുള്ള ആധിപത്യം ദൈവത്തിൻ്റെ ആത്മാവിനാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ആ ആലയം നമുക്ക് പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കരങ്ങൾ യാചന തുറന്നു പിടിക്കാം. പരിശുദ്ധാത്മാവ് നിറയാനായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അഭിഷേകം കൊണ്ട് നിറയ്ക്കും. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. വരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട്, ഫലങ്ങൾ കൊണ്ട്, സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, വിനയം, സൗമ്യത തുടങ്ങിയ ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ, അറിവ് കൊണ്ട് നിറയ്ക്കണമേ, മനോധൈര്യം കൊണ്ട് നിറയ്ക്കണമേ, വിവേകം കൊണ്ട് നിറയ്ക്കണമേ, ആലോചന കൊണ്ട് നിറയ്ക്കണമേ, ഭക്തി കൊണ്ട് നിറയ്ക്കണമേ, ദൈവഭയം കൊണ്ട് നിറയ്ക്കണമേ,
നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ കൊണ്ട്, വരങ്ങൾ കൊണ്ട്, ഫലങ്ങൾ കൊണ്ട്, അറിവിൻ്റെ വരം, ജ്ഞാനവരം, വിശ്വാസവരം, വിവേചനവരം, വിശ്വാസവരം, രോഗശാന്തി വരം, അത്ഭുത വരം, കർത്താവേ ഭാഷാവരം, ഈ വരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, വെൽക്കം ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്നേഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങളുടെ ഭീരുത്വം വിട്ടുപോകട്ടെ. ഞങ്ങളുടെ ഭയം, പേടി, നിരാശ, ഉത്കണ്ഠ, അപകർഷതാബോധം, തെറ്റായ ചിന്തകൾ ആത്മാവിന്റെ ശക്തിയാൽ നിർവീര്യമാക്കണമേ. ആത്മാവിനെ വേദനിപ്പിക്കാതെ, ദുഃഖിപ്പിക്കാതെ, നിർവീര്യമാക്കാതെ, വഞ്ചിക്കാതെ ആത്മാവിൽ പൂരിതരായി തീരുവാൻ, ആത്മാവിൽ നിറഞ്ഞ് എല്ലാ ദിവസവും ആത്മാവിൽ നിറയാനായി ദാഹത്തോടുകൂടി പ്രാർത്ഥിച്ച് 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് 2 കരങ്ങൾ ഉയർത്തി ആത്മാവിൽ നിറയപ്പെടാൻ ദാഹത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ, ആത്മാവേ നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം. യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കുമെന്നും ബോധ്യപ്പെടുത്തുമെന്നും ഞങ്ങൾ അറിയുന്നു. ഈ നിമിഷം അനുദപിക്കുവാനുള്ള വലിയ ആഗ്രഹം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവനീതിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ന്യായവിധി കൊണ്ട് നല്ല ബോധ്യം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ വികാരങ്ങളെ, ഞങ്ങളുടെ ഭാവനകളെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്കും പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ജെറമ്യ 31:3. ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ആശ്വാസദായകനാകുന്ന പരിശുദ്ധാത്മാവേ, സ്നേഹം ലഭിക്കാത്ത മക്കളിലേക്ക് ദൈവസ്നേഹം നിറയട്ടെ. അവിടുത്തെ ആത്മാവിന് ചൈതന്യം വ്യാപരിക്കട്ടെ. നമ്മുടെ ശിലാഹൃദയം എടുത്തു മാറ്റി, കഠിനമായ ഹൃദയം എടുത്തു മാറ്റി ഒരു മാംസളമായ ഹൃദയം, ആത്മാവിൽ നിറയുന്ന ഹൃദയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവമക്കളിലേക്കും ആത്മീയ കൊടുങ്കാറ്റായി, ആത്മീയ ജ്വാലയായി, എൽ റൂഹായായി ദൈവത്തിൻ്റെ ആത്മാവേ, സഹായക, ആശ്വാസദായക ഈ നിമിഷം പറന്നിറങ്ങണമേ. ഓ ഹോളി സ്പിരിറ്റ്, വെൽക്കം ഹോളി സ്പിരിറ്റ്. അവിടെ വേദനകൾ കാണുന്ന ഈശോയെ, അവിടെ കണ്ണീരൊപ്പം ഈശോയെ, ഈ നിമിഷം അവിടുത്തെ ആത്മാവിന്റെ അഭിഷേക ജ്വാല, ആത്മീയ ജ്വാലയായി, ആത്മീയ കൊടുങ്കാറ്റായി ഈ മക്കളിലേക്ക്, ഇവിടെ ദുഃഖങ്ങളിലേക്ക്, ഭാരങ്ങളിലേക്ക്, കടബാധ്യതയിലേക്ക്, ജീവിതം തകർന്ന അവസ്ഥയിലേക്ക് ഓ ആത്മാവേ പറന്നിറങ്ങണമേ. ആത്മകൊടുങ്കാറ്റായി, ആത്മശക്തിയായി നിറയട്ടെ. ഓ ആത്മാവേ, ജീവനുള്ള ആത്മാവേ, ആത്മാവിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ആഞ്ഞടിച്ചതുപോലെ
ശക്തിപ്പെടുത്തിയതുപോലെ, ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഓ ഹോളി സ്പിരിറ്റ് കടന്നു വരണമേ. അഗ്നിയും നീയേ, പരിശുദ്ധാത്മാവേ കൊടുങ്കാറ്റും നീയേ, പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. കരങ്ങൾ കൂപ്പി ശിരസ്സ് കുനിച്ചുകൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്ന ആത്മാവിന്റെ വലിയ അനുഗ്രഹത്തിനായി, ഈശോയുടെ വലിയ ആശീർവാദത്തിനായി നമുക്ക് മുട്ടുകൾ മടക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. അഗ്നിയും നീയേ, കോടും കാറ്റും നീയേ, പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും